അകലുന്നു മറയുന്നു സ്നേഹിതരെ നിങ്ങൾ, സ്നേഹിതരെ നിങ്ങൾ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നന്മ നിറഞ്ഞ പ്രാർത്ഥന എന്ന ശീർഷകത്തിൽ എളിയൊരു സന്ദേശം നൽകുകയാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 13-ാമത്തെ തിരുവചനമാണ്. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ പോലും കഴിയാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ, ഞാനൊരു പാപിയാണ്, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു. ഈ ഭാഗത്ത് തന്നെ നമുക്ക് ഫരിസേയന്റെ പ്രാർത്ഥനയും പ്രിയമുള്ളവരെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാനൊരു പാപിയോ വ്യഭിചാരിയോ അക്രമിയോ അല്ല, പകരം ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു, സകലതിൻ്റെയും ദശാംശം കൊടുക്കുന്നു. നമുക്കൊരു വലിയൊരു ചിന്ത നൽകുകയാണ്, ആരുടെ പ്രാർത്ഥനയാണ് യഥാർത്ഥ പ്രാർത്ഥന? ഉത്തരത്തിന് വേണ്ടി യേശുവിന്റെ ശിഷ്യരായ പത്രോസിലും യൂദാസിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ 2 പേരും ഒരുപോലെ കുറ്റം ചെയ്തതാണ്, യേശുവിനെ ഒറ്റിക്കൊടുത്തവരാണ്. എന്നാൽ പത്രോസിന് പാപബോധം ഉണ്ടാവുകയും യേശുവിനെ മുഖാമുഖം കണ്ട് കരയുകയും മനസ്സിന്റെ ഉള്ളിലെ മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞുകൊണ്ട് വിശുദ്ധമാക്കുകയും ചെയ്തു. അങ്ങനെ അൾത്താരയിൽ വണങ്ങുന്ന വിശുദ്ധ പത്രോസായി മാറുമ്പോൾ, കുറ്റബോധം കൊണ്ട് നീറിപ്പുകഞ്ഞ മനസ്സുമായി മാനസാന്തരത്തിന്റെ മേഖലയിൽ എത്തിച്ചേരാതെ ആത്മഹത്യ എന്ന സമസ്യയ്ക്ക് ആദ്യമായി തിരികൊടുക്കുകയാണ് ചെയ്യുന്നത്. യേശു പറയുന്നൊരു വാക്യമുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. യേശുവിന്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്ധന എന്ന പടയാളി ആദ്യമായി കുന്തമെന്ന ആയുധമെടുത്ത് യേശുവിന്റെ ശരീരത്തെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഒരു തുള്ളി രക്തവും ഒരു തുള്ളി വെള്ളവുമാണ്. അന്ധന്റെ കണ്ണുകളിലേക്ക് വീഴുമ്പോൾ അത് വിശുദ്ധ രക്തമായി മാറിക്കൊണ്ട്, വിശുദ്ധ വെള്ളമായി മാറിക്കൊണ്ട് അദ്ദേഹത്തിന് കാഴ്ച തെളിയുകയാണ് ചെയ്യുന്നത്. ദശാംശം കൊടുത്തത് കൊണ്ടും ഉപവസിച്ചത് കൊണ്ടും ശരീരത്തിന്റെ ഉള്ളിലെ മാലിന്യങ്ങൾ തീരുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് യേശുനാഥൻ നമ്മോട് പറയുന്നത് അതുകൊണ്ടാണ്. ഈ അൾത്താരയിലേക്ക് നമ്മൾ വരിവരിയായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ വരുമ്പോൾ, എൻ്റെ ഉള്ളിൽ ലഹരികളില്ലാതെ ശുദ്ധമായ മനസ്സോടുകൂടിയാണ് ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നതെന്ന് പറയാൻ സാധിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. ലോകത്തിന്റെ ലഹരിയുടെ കോനയിൽ നിന്ന്, അതിൻ്റെ കത്തിജ്വലിക്കുന്ന തീജ്വാലയിൽ നിന്ന് മാറണമെങ്കിൽ യേശുവിൻ്റെ ഈ സ്നേഹം നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് അരുതുകളെ നമുക്ക് ഒഴിവാക്കാം. അരുതരുതെന്നുടെ അമ്മ പറഞ്ഞതിൽ അരുതുകൾ അനവധിയുണ്ടേ, അരുതാത്തരുതുകൾ അരുതരുതെന്നുടെ ഗുരു പറഞ്ഞതിലുമുണ്ടറിവ്. അരുതുകളെ നമുക്ക് ഒഴിവാക്കുമ്പോഴാണ് വിശുദ്ധിയുടെ പാതയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ആ ചുങ്കക്കാരനായ പാപി പ്രാർത്ഥിച്ചതുപോലെ പ്രിയമുള്ളവരെ, നമുക്ക് കൈകൾ കൂപ്പാം, നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാനൊരു പാപി, എന്നിൽ കനിയണമേ, എന്നിൽ നിറയണമേ.